സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഏത് അതിക്രമത്തെയും ശക്തമായി നേരിടും. അതിനകത്ത് ആര് എന്ത് എന്നുള്ള പ്രശ്നമില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങളെ ശക്തമായി നേരിടും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഈ ഗവൺമെന്റും പോലീസും ഉറപ്പുവരുത്തും. അവിടെ കിടന്നോട്ടെ, ഇപ്പൊ കെട്ടി വിളിച്ചോണ്ട് പോയില്ലേ. എനിക്ക് അതിനെപ്പറ്റി ഒന്ന് പറയാനുണ്ട്. 50 വർഷമായി നടക്കുന്ന ഒരു കേസാണ്. ഈ 50 വർഷമായി നടക്കുന്ന ഒരു കേസ് അത് തന്നെ 15 തവണ കോടതിയെ ഇവരെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശമാണ് ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ അവിടെ വെച്ച് അഡ്വക്കേറ്റ് കമ്മീഷൻ പോലീസിനെ വിളിക്കുകയാണ്. ഇമ്മീഡിയറ്റ് എവിക്റ്റ് ചെയ്യണം. ഞാൻ അന്നേരം ഫ്ലൈറ്റിലായിപ്പോയി. ഞാൻ ബാംഗ്ലൂരിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അന്നേരം DGPയോട് സംസാരിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിനെ വിഡ്രോ ചെയ്തു. കോടതിയുടെ സമ്മർദ്ദമാണ് അവരെ അതിലേക്ക്. അവിടെ പോലീസ് അതിക്രമങ്ങളൊന്നും ചെയ്തില്ല. ഒരാൾ മേത്ത് പെട്രോൾ ഒഴിക്കാൻ വന്നപ്പോൾ ഫയർഫോഴ്സ് വെള്ളമടിച്ചപ്പോൾ ഈ സ്ത്രീകളൊക്കെ ഉരുണ്ട് വീഴുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. എന്നാൽ ഇപ്പം ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഒരു കാരണവശാലും ആര് പറഞ്ഞാലും പോലീസ് അവരെ എവിക്റ്റ് ചെയ്യാനും മറ്റു നടപടിക്കോ പോകരുത്. ഞങ്ങൾ കോടതിയെ സമീപിക്കുകയാണ്. റിലീഫിന് വേണ്ടി തിങ്കളാഴ്ച AGയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ റോജി M. ജോണിനെ മന്ത്രിയെ ചുമതലപ്പെടുത്തി. അദ്ദേഹം അവിടുത്തെ വിക്ടിംസുമായിട്ട് സംസാരിച്ചു. അത് പരിഹരിക്കാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഗവൺമെന്റ് ഇടപെടുന്നത്. ഞങ്ങളാരും ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു ഇത്രയും സംഭവം ഉണ്ടെന്നുള്ളത്. പാറക്കൽ അബ്ദുള്ള ഒരു നിവേദനം നൽകി. ഞാനത് മേൽ നടപടി ഉണ്ടാകുമായിരുന്നു. നോക്കട്ടെ, പരിശോധിച്ചു. അത് പരാജയമാണ്. കാരണം അതിനകത്തുള്ളൊരു പ്രശ്നം, പണ്ടൊക്കെ SI-മാർക്കായിരുന്നു സ്റ്റേഷന്റെ ചുമതല. അപ്പൊ അവർ അഭിമാനപൂർവ്വം ഒരു SI അവിടെ സ്റ്റേഷനിൽ ജോലി ചെയ്യുമായിരുന്നു. CIയുടെ ജോലി എന്താ? 3-4 സ്റ്റേഷന്റെ നിരീക്ഷണമായിരുന്നു. അതും നഷ്ടപ്പെട്ടു. DYSPയുടെ ചുമതല എന്താണ്? 9ഓളം പോലീസ് സ്റ്റേഷനുകളുടെ നിയന്ത്രണമാണ്. അപ്പൊ അത് പോലീസിംഗിൽ അത് കാര്യമായ ഗുണം ചെയ്തിട്ടില്ലെന്നാണ് പലരും ഞാനടക്കം പലരുടെയും വിലയിരുത്തൽ. എന്നാലും ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തതാണ്, നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പെട്ടെന്ന് തീരുമാനിക്കേണ്ടതല്ല. അത് ഒരു കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ADGP ഹെഡ്ക്വാർട്ടേഴ്സ് ഒരു 5-അംഗ കമ്മിറ്റി DGP നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയ ശേഷം പഠിച്ച് ഒരു തീരുമാനം. കേസുകളിൽ കാണിക്കുന്ന ജാഗ്രത പാവപ്പെട്ടവർക്ക് കൂടി കാണിക്കണമെന്നല്ലയോ പറഞ്ഞത്? സാധാരണക്കാർ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് സൈബർ ക്രൈമിന്റെ കാര്യത്തിൽ എല്ലാവർക്കും നീതി നൽകുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ പൊതുനയം, പോലീസിന്റെ പൊതുനയമായ അതാണ് അത്. പക്ഷെ അതിനു വേണ്ടി ഇവർക്ക് വളരെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊടുക്കണം. അവർക്ക് ട്രെയിനിങ് ഉള്ള ഉദ്യോഗസ്ഥന്മാർ വേണ്ടി വരും. അത് കൂടി കൊടുത്താലേ അവർക്കത് പൂർണ്ണമായി ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യും. വാസ്തവത്തിൽ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ആളുകളെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളാണ്. സമൂഹത്തിൽ മതപരമായ ഭിന്നതകൾ ഉണ്ടാക്കുക, ആളുകളെ തമ്മിലടിപ്പിക്കുക, ഒരു കാര്യമില്ലാതെ കള്ളങ്ങളെ പ്രചരിപ്പിക്കുക, ആളുകളെ അപമാനിക്കുക, ഇതൊക്കെ ഇങ്ങനെയുള്ളവരുടെ പേരിൽ ശക്തമായ നടപടി ഉണ്ടാകും. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യക്തികളെ ആക്ഷേപിക്കുന്ന ആളുകളുടെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പോലീസ് നടപടി ഉണ്ടാകും. ഒരു സംശയം വേണ്ട.